പ്രാഥമിക അന്വേഷണം പോലും അല്ലെങ്കിൽ ഒരു കാര്യത്തെപ്പറ്റി അന്വേഷിക്കാതെയാണ് ആരോപണങ്ങളുടെ നടപടിയെടുത്തത്. രണ്ടാമതായി പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചില ദൃശ്യങ്ങൾ പുറത്തുവന്നു. അതിൽ ബജ്രംഗ് പ്രവർത്തകർ വളരെ മോശമായ രീതിയിൽ കന്യാസ്ത്രീകളോട് പെരുമാറുകയും ഇടപെടുകയും ചെയ്യുന്നുണ്ട്. ബജ്രംഗ് ദളിന്റെ പ്രവൃത്തിയെ BJP അപലപിച്ചു. നോക്കൂ, ഞങ്ങൾ നീതിന്റെ എതിരെ ആര് എന്ത് ചെയ്താലും ഞങ്ങൾ കണ്ടം ചെയ്യുന്നു. അതിൽ ഒരു ആംബിഗ്യൂട്ടി ഉണ്ടാവാൻ പാടില്ല ആരാണെങ്കിലും. അപ്പോൾ അതിൽ ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല. ഇവർക്ക് ഞങ്ങൾ നീതി നൽകിയിട്ട് മാത്രമേ അവിടുന്ന് ഞങ്ങൾ മടങ്ങി വരുള്ളൂ. ഇതിൽ ഞങ്ങളുടെ ഒരു പാർട്ടിൻ്റെ ഒരു ഡിറ്റർമിനേഷനാണ്. ഞങ്ങൾ വിശ്വസിക്കുന്നത് അവിടെ ഇതൊന്നും നടന്നിട്ടില്ല. ഇതൊരു ആരോപണമാണ്. അത് ആരാണ്, എന്തിനാണ്, എന്തുകൊണ്ടാണ് അവർ ചെയ്തത് അത് നമുക്ക് പിന്നെ നോക്കാം. ആദ്യം ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ അവരെ അവിടുന്ന് ഈ കേസിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിച്ചിട്ട് മടങ്ങി വീട്ടിൽ കൊണ്ടുവരാനാണ് ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. അല്ല, അങ്ങനെയല്ല. അത് നിങ്ങൾ പറഞ്ഞാൽ അതാവില്ല. ബജ്രംഗ് ദൾ എന്ന് പറഞ്ഞാൽ അവരൊരു സംഘടനയാണ്. BJP എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അല്ല, അത് നിങ്ങൾ അവരോട് ചോദിക്കണം. എന്നെ അങ്ങനെ പ്രൊവോക്ക് ചെയ്യാൻ നോക്കണ്ട. ബജ്രംഗ് ദൾ ഒരു ഇൻഡിപെൻഡന്റ് ഓർഗനൈസേഷൻ. അവർ തെറ്റ് ചെയ്താൽ നീതിനെതിരെ അവരെ ശിക്ഷിപ്പിക്കും. അതിൽ ഒരു ആർക്കും ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല. കേരളത്തിലടക്കമേ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രചരണം കോൺഗ്രസ് നടത്തുന്നില്ല. അല്ല, അതല്ല ഞാൻ പറഞ്ഞത്. ഇത് ഒരു അവസരവാദ രാഷ്ട്രീയല്ലേ, ഒരു വൾച്ചർ പോളിറ്റിക്സ് അല്ലേ. ഒരു ഇഷ്യൂ ഒരു സെൻസിറ്റീവ് ഇഷ്യൂ, ഒരു പ്രശ്നം ഉണ്ടാവാത്ത സമയത്ത് അത് മുന്നമന്ത്ര ഇഷ്യൂ ആണോ, ഇതാണോ, ആരാണ് ശരിക്ക് സമുദായത്തിനു വേണ്ടി പ്രശ്നമുള്ള ആൾക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്? BJP അല്ലേ. അതിനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ കോൺഗ്രസ്സുകാർ പോയത് ആരാ ഇപ്പോൾ ഛത്തീസ്ഗഡ് പോയിരിക്കുന്നത്? ഫ്രാൻസിസ് ജോർജ് ഇന്നലെ എന്താണ് പാർലമെന്റിൽ പറഞ്ഞത്? 5 എയ്റോപ്ലെയിൻ തകർന്നു വീണുന്നു. ഇവരിങ്ങനെ നുണ പറഞ്ഞ് നടക്കുന്ന രാഷ്ട്രീയക്കാരല്ലേ ഇതിൽ ഇൻവോൾവ് ചെയ്യുന്നത്? ഞാൻ എല്ലാവരോടും മാധ്യമക്കാരുടെ വഴി പറയാണ്, ഏത് സമുദായമാണോ, ഏത് പ്രശ്നമാണോ, ഞങ്ങൾ അതിനു വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കും. അതിന് നീതി നൽകാൻ BJP ഇറങ്ങും. അതിൽ ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല. അത് എവിടുന്ന് വന്ന ഇഷ്യൂ ആണോ, ആര് ചെയ്ത ഇഷ്യൂ ആണോ, നമ്മുടെ സംസ്ഥാനത്തിന് BJPന്റെ സംസ്ഥാനമാണോ, അത് ബജ്രംഗ് ദളാണോ, ആര് ചെയ്താലും നീതി നടപ്പിലാക്കാൻ ഞങ്ങൾ ഇറങ്ങും. അല്ല, അത് ഇന്ന് കൺക്ലൂഡ് ചെയ്യണ്ടല്ലോ. അത് നമ്മൾ കേസുണ്ടല്ലോ, കോർട്ടിൽ കേസുണ്ട്. ഞങ്ങൾ പറയുന്നത് BJP കേരളം അവരുടെ ഒപ്പം ഉണ്ട്. അവർക്ക് വേണ്ടി എന്ത് സഹായം വേണമെങ്കിൽ ഞങ്ങൾ ചെയ്യും. അവരെ രക്ഷിക്കാൻ ഞങ്ങൾ ഇറങ്ങും. കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളെ കാണുകയായിരുന്നു.